വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ്. ആ പേര് കേട്ടാൽ തന്നെ ബ്രിട്ടീഷ് പട്ടാളം വിറച്ചു പോയിരുന്നു. ഒറ്റയാൻ പോരാട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പിന്നോട്ടോടിയ ബ്രിട്ടീഷ് സൈന്യത്തിന് ആ പേര് കേട്ടാൽ പിന്നെ എങ്ങനെ വിറക്കാതിരിക്കാൻ സാധിക്കും? അതേ വിറയൽ തന്നെയാണ് ഇന്ന് സംഘി കോമരങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാരിയം കുന്നത്തിന്റെ ജീവിതം സിനിമയാകുന്നു എന്ന് കേട്ടപ്പോൾ BJP-യുടെ സംസ്ഥാന നേതാക്കൾ, RSSന്റെ പ്രമുഖ നേതാക്കൾ, സംഘപരിവാറിന്റെ തലതൊട്ടപ്പന്മാർ വരെ വിറച്ചു പൊങ്ങി നടന്നുകൊണ്ട് തുള്ളിച്ചാടി നവമാധ്യമങ്ങളിലും അല്ലാതെയും വന്ന് ആ സിനിമയെ തകർക്കാൻ, ആ ചരിത്രം പറയാതിരിക്കാൻ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അന്നും ഇന്നും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ ധീരത ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ നേർസാക്ഷ്യം. അന്ന് ഭയപ്പെട്ടത് ബ്രിട്ടീഷ് പട്ടാളക്കാരും ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം കൂടി ഈ രാജ്യത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുമാണ് എങ്കിൽ ഇന്ന് ഭയപ്പെടുന്നത് ഈ രാജ്യത്ത് അധികാരം കയ്യിൽ കിട്ടിയിട്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികൾ തന്നെയാണ്. അതെ, ആ സ്വതന്ത്ര സമര സേനാനിയുടെ പേര് കേൾക്കുമ്പോൾ വിറച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ ജീവിതം, ആ ചരിത്രം സിനിമയായി കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് സംഘപരിവാറിന് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. കാരണം ബ്രിട്ടീഷുകാരോടൊപ്പം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് വേട്ടയാടിയത് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത രാജ്യദ്രോഹികളെയും കൂടിയാണ്. അതായത് ബ്രാഹ്മണ സവർണ മേധാവികളെയും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള മതേതരത്വ വിശ്വാസികളായിട്ടുള്ള സമൂഹം നേരിട്ടവരുടെ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാർ മാത്രമല്ലായിരുന്നു. ആ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച എല്ലാ നരഭോജികളെയും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് വേട്ടയാടിയിട്ടുണ്ട്. ആ വേട്ടയാടലിലൂടെ ചരിത്രം കടന്നു പോകുമ്പോൾ, ആ ചരിത്രം സിനിമയാക്കപ്പെടുമ്പോൾ സംഘിപ്പാളയങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിറയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം അന്ന് കൂറുപുലർത്തി ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവർ, ഈ രാജ്യത്തെ സ്വതന്ത്ര സമര സേനാനികളെ രാജ്യദ്രോഹികളും തീവ്രവാദികളും ഭീകരവാദികളുമാക്കാൻ മുന്നോട്ട് വന്നവരുടെ കൂട്ടത്തിൽ ബ്രാഹ്മണ സവർണ മേധാവികൾ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ജന്മിമാരുണ്ടായിരുന്നു. അവരൊക്കെ ഇന്നത്തെ സംഘപരിവാരുകാരെ പോലെയായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്. അത്തരക്കാർക്ക് നേരെയുള്ള പടപൊരുതൽ, അത്തരക്കാരുടെ തനി സ്വഭാവങ്ങളെ നേരിൽ കണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ പോരാടി തോൽപ്പിച്ച വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ ചരിത്രം വന്നു കഴിഞ്ഞാൽ സംഘപരിവാറിന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം ആ തോറ്റോടിയ ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം കൂറുപുലർത്തി നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പലരും ഇന്ന് സംഘികളുടെ നേതാക്കളാണ്, സംഘികളുടെ തലതൊട്ടപ്പന്മാരാണ്. സംഘചരിത്രം എഴുതിയവരുടെ കൂട്ടത്തിൽ അത്തരത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റിയവരുണ്ട്. ആ ചരിത്രം പുറത്തു വന്നു കഴിഞ്ഞാൽ സംഘപരിവാർ പാളയങ്ങൾ വിറക്കുകയല്ല, പേടിച്ച് കണ്ടം വഴിയോടും. പൊതുജനങ്ങൾ ആ സത്യം മനസ്സിലാക്കും. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് ആരെയൊക്കെ വേട്ടയാടിയിട്ടുണ്ടോ, ആ വേട്ടയാടപ്പെട്ടവരൊക്കെ എന്തായിരുന്നു ഈ രാജ്യത്തിനെന്ന്, അവരെന്തായിരുന്നു ഈ രാജ്യത്തിന് നേരെ ചെയ്തതെന്ന് ഈ ചിത്രത്തിലൂടെ മനസ്സിലാകും. പൊതുജനങ്ങൾ വിശ്വസിക്കുമെന്ന് വിചാരിച്ച സംഘിപ്പാളയങ്ങൾ നേതൃത്വ നിരയിൽ നിന്ന് തന്നെ പടപൊരുതാൻ തുടങ്ങി. വാരിയം കുന്നത്തിന് പകരം മറ്റൊരു സിനിമ വേണം. അവിടെ നമ്മൾ പ്രതിനായകന്റെ വേഷം വാരിയം കുന്നത്തിന് നൽകിയിട്ട് വാരിയം കുന്നത്തിനെ ഒരു തീവ്രവാദിയാക്കണം, ഒരു രാജ്യദ്രോഹിയാക്കണം, ഒരു വർഗീയവാദിയാക്കണമെന്ന് അവർ ചിന്തിച്ചു. അവിടെയാണ് കളി തുടങ്ങുന്നത്. ഇവിടെയാണ് ആ കളി നമ്മൾ പൊളിക്കേണ്ടത്. വാരിയം കുന്നത്ത് സിനിമയാകണം. ആ സിനിമയിലൂടെ ചരിത്രം അറിയണം. ആഷിഖ് അബു ചരിത്രം വലിച്ചൊടിച്ചില്ല എങ്കിൽ, സംഘപരിവാറിനെ പേടിച്ചില്ല എങ്കിൽ, ആ ചരിത്രം മുന്നോട്ട് വരുമ്പോൾ സംഘപരിവാറിന്റെ പല നേതാക്കന്മാരുടെയും ചരിത്രങ്ങൾ നമുക്ക് ഈ ചരിത്രത്തിലൂടെ പഠിക്കാൻ സാധിക്കും. അത് പഠിക്കാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അത് പഠിപ്പിക്കാൻ നമ്മൾ അവർക്കൊപ്പമായി നിൽക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.